നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 26/2/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില കുതിക്കുന്നു. ഈ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 221, RSS 5 കിലോ 216, ISR 20 198, ലാറ്റക്സ് ആവശ്യമാണ് DRC 150. ഇതാണ് കോട്ടയം വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 221, RSS 5 കിലോ 216. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 211, ലോട്ട് 194 മുതൽ 199. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 148, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 111. വിദേശം നോക്കുമ്പോൾ RSS 4 കിലോ 230 രൂപ 90 പൈസ, RSS 5 കിലോ 230 രൂപ 47 പൈസ. ഇനി അകത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 208, RSS 5 കിലോ 205. ലാറ്റക്സ് വില നോക്കുമ്പോൾ വ്യാപാരി വില കർഷകർ കിട്ടുന്ന വിലയാണ് 208, ഫാക്ടറി വില 218. 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 10,400, 30% DRC ഉള്ള 200 ലിറ്റർ 12,480, 35% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 14,560. ഇതാണ് ഫീൽഡ് ലാറ്റക്സ്. ഇനി കേരളത്തിലെ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 213, RSS 5 കിലോ 208, ISN 20 189, 50 പൈസ മുതൽ 190. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 130 മുതൽ 145. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. തണുത്ത മഴ പെയ്തതിന് ശേഷം, ഭൂമി തണുത്തതിന് ശേഷം മാത്രമേ ശരിയായ പാല് കിട്ടത്തുള്ളൂ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,840, ഒരു പവൻ 1,18,720. അതുപോലെ 24 ക്യാരറ്റ് 16,189, ഒരു പവൻ 1,29,512. അതുപോലെ 18 ക്യാരറ്റ് 12,142, ഒരു പവൻ 97,136. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 10 രൂപയും ഒരു പവൻ്റെ മുകളിൽ 80 രൂപയാണ് കൂടിയത്. സ്വർണ്ണം വാങ്ങിക്കാൻ കടയിൽ പോകുമ്പോൾ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 80, വെച്ചെണ്ണ ലിറ്റർ 420, കൊക്കോ 330, കച്ചവടം ഉണങ്ങിയത് 500, കൊപ്ര എടുത്തപിടി 172, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 300, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 925, പിണ്ണാക്ക സ്പെലർ 44, റോട്ടറി 44, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 699, കുരുമുളക് പുതിയത് 689, ഗാർബിൾഡ് കിലോ 710, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 390, വാഴക്കുളം പൈനാപ്പിൾ പച്ച 54, പഴം 65, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685, നെല്ല് കിൻഡൽ 2,500, കാപ്പി കുരു 36,000. എന്തായാലും കൊട്ടാരക്കരയിൽ ധനമന്ത്രിയും ഇപ്പോഴത്തെ MLA യുമായ ഖേൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്വം CPM കൊല്ലം ജില്ല അത് അംഗീകരിച്ചിരിക്കുകയാണ്. സിനിമാ താരം മുകേഷിന് ഇപ്പോൾ സീറ്റില്ല. കൊല്ലത്തെ S ജയമോഹൻ, കുണ്ട്രയിൽ SL സജീവകുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കും. സജീവകുമാർ വളരെ യുവത്വത്തിൻ്റെ പ്രതീകമാണ്. ചവറയിൽ സുജിത് വിജയൻപിള്ളയും ഇരവിപുരത്ത് M നൌഷാദും വീണ്ടും മത്സരിക്കും. അങ്ങനെ കൊല്ലം ജില്ലയിലെ എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥിയെ CPM തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഘടകകക്ഷികൾക്കാണ്. CPIക്കും RSP ലെനിനും കേരള കോൺഗ്രസ് Bക്കുമാണ്. അതിന് 2026 നിയമസഭാ ഇലക്ഷൻ സമാധാനപൂർവമായി നടക്കട്ടെ എന്ന് ആശംസിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെ നന്ദി.